അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത്, നമ്മളൊരു വാഴവിത്ത് ഇതുപോലെ കുഴിച്ച് വെച്ചു. 3 കമ്പ്, ചെറിയ കമ്പ് ഇതുപോലെ അടുപ്പിച്ച് വെച്ച് ശരിക്ക് ടൈറ്റിൽ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള അടുത്ത മാർഗ്ഗം എന്ന് പറയാൻ, ഒരു പ്ലാസ്റ്റിക് ചാക്ക് 5 രൂപ 3 രൂപയ്ക്ക് കിട്ടും. അത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് തുമ്പ് അങ്ങേയറ്റം കീറിക്കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഇറക്കി ഇതിനകത്ത് വെക്കുക. ഇതൊക്കെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ ചെറിയൊരു വാഴവള്ളി വെച്ചിങ്ങനെ കെട്ടുക. അപ്പോൾ ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് സ്വല്പം താത്ത് വെച്ചിട്ട് സൈഡ് ചേർത്ത് വിത്തിന് ചൂടാക്കാതിരിക്കാൻ വേണ്ടി, തണുപ്പിന് വേണ്ടി ഇച്ചിരി ചപ്പുചവറുകൾ ഇടുക. ഇതാണ് രണ്ടാമത്തെ മാർഗം. മൂന്നാമത് പറയുന്നത്, ഇത് ഏതാണ്ട് 90% വരെ നമുക്ക് ശരിയായിട്ട് സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ അടുത്തത് ഏതാണ്ട് ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ചപ്പുചവറുകൾ ഇട്ട് ഇതുപോലെ ചാക്ക് സ്വല്പം ലൂസിലാക്കി ഇട്ട് വെച്ച് ചെയ്താൽ മതി. കണ്ടില്ലേ ചെയ്തേക്കുന്നതല്ല. അത് കഴിഞ്ഞിട്ട് ഇതിനേക്കാൾ ഇച്ചിരി വലുതായി കഴിയുമ്പോൾ, ഇത്രയായി കഴിയുമ്പോൾ പന്നികൾ അതിനെ ഇത് പന്നികൾ തുറത്തില്ല. ഇത്രയും വലുതായി കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു മാർഗമാണ്. പന്നികളിൽ നിന്ന് സംരക്ഷണം ഉണ്ടാക്കാനുള്ള നല്ലൊരു മാർഗമാണിത്. ഇവിടെയുള്ള കർഷകരെല്ലാം ഇതുപോലെയാണ് ചെയ്യുന്നത്. അവർക്ക് 90% വരെ വിജയം കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി വലുതായി കഴിയുമ്പോൾ ഇതുപോലെ സ്വല്പം ടൈറ്റാക്കേണ്ട, ഇച്ചിരി ലൂസാക്കിയിട്ട് ചപ്പുചവറുകൾ ഇതുപോലെ തന്നെ നിറച്ച് വെക്കുക. പിന്നെ മീഡിയം പരുവായി കഴിയുമ്പോൾ പിന്നെ പന്നി തുറത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക. ഇപ്പം ഒരു കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ആദായം വേണം. അപ്പോൾ ആ കൃഷിയിൽ നിന്നും ഒരു പ്രയോജനം വേണം. ഇപ്പോൾ കൃഷി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും വിളവെടുക്കുന്നത് പന്നികളാണ്. പന്നിയിൽ നിന്ന് നമുക്കൊരു സംരക്ഷണം നേടാൻ വേണ്ടി ഒരു മാർഗം കണ്ടിട്ടുണ്ട്. 90% ശരിയാവുകയും ചെയ്തു. ആ ഒരു മാർഗം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ 90% അത് ശരിയാവാൻ സാധ്യതയുണ്ട്. നമ്മൾ വാഴക്കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായുള്ള പ്രയോജനം വേണം. ഇപ്പോഴൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പന്നിയാണ് വിളവെടുക്കുന്നത്. അപ്പോൾ പന്നിയിൽ നിന്ന് നമുക്കൊരു സംരക്ഷണം നേടാൻ വേണ്ടി ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ മാർഗം വിനിയോഗിച്ചപ്പോൾ ഏതാണ്ട് 90% ശരിയാവുകയും ചെയ്തു. 90% ശരിയായി. ആ മാർഗം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നു. ആ മാർഗം നിങ്ങളെ ഒന്ന് കാണിക്കാം. ശരിയാവുകയാണെങ്കിൽ നോക്കൂ. പന്നിയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമാണ് ഇത്. ഈ കർഷകൻ്റെ രീതിയാണ്. ആദ്യം വാഴവിത്ത് നടുക, 2 കമ്പ് 3 കമ്പ് കുത്തി നാട്ടുക, അതിനെ
പ്ലാസ്റ്റിക് ചാക്കുകൾ വാങ്ങിക്കുക, ചുവട് കണ്ടിക്കുക, അകത്ത് ഇറക്കി വെക്കുക. ഇതൊക്കെയാണ് ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന രീതികൾ. ഇവിടങ്ങളിലുള്ള കർഷകരെല്ലാം ഉപയോഗിക്കുന്ന രീതി. ഈ കർഷകൻ്റെ രീതിയാണ് ഇത്. ഈ കർഷകൻ്റെ രീതിയാണ് ഇത്. ഇതുപോലെ ഇത്രയും വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ പ്ലാസ്റ്റിക് ചാക്കൊന്നും വേണ്ട. പന്നി ഉപദ്രവിക്കത്തൊന്നുമില്ല, കളയത്തില്ല. ഇത്രയും വലുതായി കഴിഞ്ഞാൽ ഇത്രയും വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഇതുപോലെ പ്ലാസ്റ്റിക് ചാക്ക് വാങ്ങിച്ചാൽ മതി. അങ്ങേറ്റം പോയി 5 രൂപ 3 രൂപയേ ഉള്ളൂ പ്ലാസ്റ്റിക് ചാക്കിന്. ഇതുപോലെ ചെയ്ത് നോക്കുക. ഇവിടങ്ങളിലുള്ളവർക്ക് 90% സംരക്ഷണമുണ്ട്. ഇത്രയും വലുതായി കഴിഞ്ഞാൽ ചാക്കിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല.